ഇറാന്റെ രോമത്തിൽ പോലും തൊടാനായില്ല യുഎസിന്. ആണവകേന്ദ്രം തകർത്തെന്ന യുഎസിന്റെ വാദം തള്ളി പെന്റഗൺ രംഗത്തെത്തിയതോടെ വീണ്ടും ലോകം ഉറ്റുനോക്കുന്നത് അടുത്ത യുദ്ധം ഉണ്ടാകുമോ എന്നാണ്. ട്രംപിന്റെ കള്ളത്തരം പൊളിഞ്ഞതോടെ വീണ്ടും ആണവകേന്ദ്രം ശക്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും ഇറാനും തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ആക്രമണത്തിന്റെ ഫലമായി ഇറാന്റെ ആണവ പദ്ധതി ഏകദേശം 1 മുതൽ 2 വർഷം വരെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നും, എന്നാൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ യുഎസ് ആക്രമണത്തിന് സാധിച്ചിട്ടില്ല എന്നും സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പെന്റഗൺ ശേഖരിച്ചിട്ടുണ്ട് എന്നും പ്രതിരോധ വകുപ്പിലെ മുഖ്യ വക്താവ് പറഞ്ഞിരുന്നു. ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കയും ഇസ്രയേലിനെയും ഭയപ്പെടുത്തുന്നത്. പ്രതിരോധ വകുപ്പിന്റെ വക്താവ് ഷോൺ പാർലിനെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതൻസ്, ഇസ്ഫാൻ എന്നിവിടങ്ങളിൽ യുഎസ് നടത്തിയ ബോംബാക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നായിരുന്നു ട്രംപ് വാദിച്ചത്. ഈ കള്ളത്തരമാണ് ഇപ്പോൾ പൊളിഞ്ഞത്. 14 ബങ്കർ ബസ്റ്റർ ബോംബുകളും 2 ഡസൻ ടോമോഹോക്ക് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. ഇറാന്റെ ആണവ പദ്ധതി 2 വർഷത്തേക്കെങ്കിലും വൈകിപ്പിക്കാൻ ആക്രമണം മൂലം ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ഈ വാദമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. പ്രധാന ആണവ നിലയമായ ഫോർഡോയിലെ സെൻട്രിഫ്യൂജുകൾ നശിപ്പിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതൽ വിലയിരുത്തലുകൾ നടത്തുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാൻ സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതാനും മാസത്തിനുള്ളിൽ അവർക്ക് സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ കുറച്ച് കസ്കോഡുകൾ ലഭിക്കും. ആണവ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇറാൻ വളരെ സങ്കീർണമായ ഒരു രാജ്യമാണ്. ഇതിൽ അവർക്കുള്ള അറിവോ ശേഷിയോ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞതും സത്യം തന്നെയാണ്. അതേസമയം DIA കഴിവില്ലാതെയായി എന്നാണ് അർത്ഥമാക്കുന്നതെന്നും അത് ആണവ പദ്ധതി വർഷങ്ങളോളം പിന്നിട്ടേക്കുന്നതിന് കാരണമാകുമെന്നും പറയുന്നുണ്ട്. യുഎസിന്റെ B-2 ബോംബറുകൾ ആക്രമിച്ച ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി തെളിയിക്കുന്ന പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ സമീപത്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് ചിത്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പെന്റഗൺ രംഗത്ത് വന്നിരിക്കുന്നത്. ആർക്കും അത്ര പെട്ടെന്ന് ഇറാനെ നശിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നും പെന്റഗൺ പറഞ്ഞു.